കേരളത്തിൽ നീണ്ട 10 വർഷത്തെ പിണറായി ഭരണത്തിന് ശേഷം ഭരണമാറ്റം നടന്ന് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഭരണപക്ഷത്തും അതുപോലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ ആകുലതകളും ഏകോപനമില്ലായ്മയാണ് പരസ്യമായി പുറത്തു വരുന്നത്. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് നടത്തിയ യാത്രകൾ, അതുപോലെ തന്നെ സ്വകാര്യ വിരുന്ന് വിവാദം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തിറങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിലും മഴക്കെടുതിയിലും ആശ്വാസ നടപടികൾ ഏകോപിപ്പിക്കുന്നതിലുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി പ്രതിപക്ഷമായ CPM സർക്കാരിനെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം രാഷ്ട്രീയ പ്രകടനങ്ങൾ ഓരോന്നായി ഉയർന്നു വരുമ്പോഴും സർക്കാരിനും മുഖ്യമന്ത്രി വി.ഡി. സതീശനും വേണ്ടി ശക്തമായ പ്രതിരോധമോ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനോ രാഷ്ട്രീയമായി മറുപടി നൽകാനോ കോൺഗ്രസ് പാർട്ടിക്കോ ഭരണ മുന്നണിക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മുൻ സർക്കാരിനെതിരെ നിരന്തരം വാളോങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം ഭരണത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ തികച്ചും നിസ്സംഗത പാലിക്കുകയാണെന്നുള്ള വിമർശനം ശക്തമായി ഉണ്ടാകുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പ്രമുഖ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജനപ്രതിനിധികളും ഭരണപക്ഷത്തെയും വ്യക്തിപരമായ മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ടുകൊണ്ട് അതിരൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിടുമ്പോഴാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഈ പ്രകടമായ മൗനം നിഴലിക്കുന്നത്. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരണം നൽകുകയും സർക്കാരിന്റെ ഭാഗം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷവും അദ്ദേഹത്തിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനോ പ്രതിരോധ കവചമൊരുക്കാനോ പാർട്ടിയുടെയും മുന്നണിയുടെ നേതൃത്വത്തിന് കഴിയുന്നുമില്ല. സ്വയം പ്രതിരോധം തീർത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന വി.ഡി. സതീശന്റെ ശൈലിയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തുണ്ടെങ്കിലും പിണറായി വിജയൻ ചോദിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ, പ്രതിപക്ഷ പാർട്ടിയിലെ ഓരോരുത്തരും ഉന്നയിക്കുന്ന വിവാദങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് വി.ഡി. സതീശൻ നേരിട്ട് വന്നുകൊണ്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UDF ഭരണത്തിന് 3 മാസം പൂർത്തിയാകുമ്പോൾ പാർട്ടി സംവിധാനങ്ങളുടെ വലിയ പിന്തുണയില്ലാതെ സ്വന്തം വഴിവെട്ടിയാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണവും പാർട്ടിയും തമ്മിൽ യാതൊരുവിധ കൂടിയാലോചനകളും നടക്കുന്നില്ലെന്ന കടുത്ത അതിർത്തി കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്നുമുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ നിലനിൽക്കുന്ന നേതൃശൂന്യതയും അതുപോലെ തന്നെ അനിശ്ചിതത്വങ്ങളുമാണ് നിലവിലെ ഈ പ്രതിസന്ധിക്ക് ആധാരമായ പ്രധാന കാരണം. KPCCക്ക് പുതിയൊരു അധ്യക്ഷനെ തീരുമാനിക്കാൻ സാധിക്കാത്തതും മുമ്പ് പ്രഖ്യാപിച്ച സംഘടനാ പുനഃസംഘടന എങ്ങുമെത്താതെ നീളുന്നതുമെല്ലാം താഴെത്തട്ട് മുതൽ പാർട്ടി സംവിധാനത്തെ നിർജ്ജീവമാക്കിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ പ്രതിരോധത്തിലായിരിക്കുമ്പോഴൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങാറുള്ള കോൺഗ്രസിന്റെ പ്രധാന സൈബർ അക്കൗണ്ടുകൾ പോലും ഈ വിമർശനങ്ങളിൽ പൂർണ്ണമായും വിട്ടുനിൽക്കുകയുമാണ്. നിലവിലെ വിവാദങ്ങളെല്ലാം വി.ഡി. സതീശന്റെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മാത്രം രാഷ്ട്രീയ ബാധ്യതയെ കണ്ട് മാറി നിൽക്കാനാണ് പാർട്ടിയിലെ ഭൂരിഭാഗം ആളുകളുടെയും നീക്കം തന്നെ നടക്കുന്നത്. നേരത്തെ സമാനമായ സാഹചര്യത്തിൽ CPMന്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നത് രാഹുൽ മങ്കൂട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ യുവ നേതാക്കളുമായിരുന്നു. രാഹുൽ കൃത്യമായി തെളിവുകളും വീഡിയോകളുമായി മുന്നോട്ട് വന്നപ്പോൾ മാത്രമാണ് ആ വാദങ്ങൾ ഏറ്റുപിടിക്കാൻ ചില കോൺഗ്രസ് ഗ്രൂപ്പുകളും പ്രവർത്തകരും പോലും തയ്യാറായത്. അതല്ലാതെ പാർട്ടി മാധ്യമ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഔദ്യോഗിക രാഷ്ട്രീയ ലൈൻ രൂപീകരിക്കുന്നതിലോ വക്താക്കൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിലോ പൂർണ്ണ പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ ചർച്ചകളിലും പൊതുവേദികളിലും സർക്കാരിനെ പ്രതിരോധിക്കാൻ എത്തുന്ന പാർട്ടി വക്താക്കൾക്ക് പലപ്പോഴും മറുപടിയില്ലാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇവർ തന്നെ സതീശനെതിരെ സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇതിനു പുറമെ മാധ്യമങ്ങൾ പ്രതികരണത്തിനായി സമീപിക്കുമ്പോൾ ഭരണപക്ഷത്തെ ചില മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങൾക്ക് തന്നെ വിരുദ്ധമായി മാറുന്നു എന്നുള്ള വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഹെലികോപ്റ്റർ യാത്ര പ്രമുഖ നിക്ഷേപരുമായി നടത്തിയ കൂടിക്കാഴ്ചയാണെന്നും അത് പൂർണ്ണമായും ഔദ്യോഗിക ആവശ്യത്തിനുള്ളതാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയപ്പോൾ യാത്രാമധ്യേ പോകുന്ന വഴിക്ക് സ്വന്തം ബന്ധുവിനെ കണ്ടതിൽ എന്താണ് ഇത്ര തെറ്റെന്നായിരുന്നു ചില മന്ത്രിമാരുടെ പോലും ചോദ്യമുണ്ടാകുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക ന്യായീകരണങ്ങളെ പൂർണ്ണമായും റദ്ദാക്കുന്ന തരത്തിലുള്ള ഇത്തരം പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ പ്രതിപക്ഷമായ CPMന് വലിയ രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇവരുടെ സൈബർ ഹാൻഡിലുകളിൽ നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കാണാൻ കഴിയുന്നത് സതീശനെ നുണേശൻ എന്ന പ്രചരണം മാധ്യമങ്ങൾ പോലും എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സതീശനെ നുണേശനാക്കാനും അതുപോലെ പൂക്കിയാക്കാനും ഇതൊന്നും കൂടാതെ മേനോനാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുമ്പോഴും ഈ ഭരണപക്ഷത്തിന്റെ സൈബർ ഹാൻഡിലുകൾ ഒരക്ഷരം മിണ്ടാതെ വാപൂത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം കൂടെ, പ്രത്യേകിച്ച് ഫ്ലഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പിണറായി അല്ലാതെ മറ്റാര് എന്നുള്ള ചോദ്യമായി വലിയ തരത്തിലുള്ള ആഘോഷം സൈബർ ഹാൻഡിലുകൾ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിക്കണമെന്ന് CPM സൈബർ ഹാൻഡിലുകൾ പോലും പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതെ പറ്റിച്ച ചതിച്ച നിങ്ങൾ വെള്ളം കയറി ചാകണം, അല്ലെങ്കിൽ വെള്ളം കയറി അനുഭവിക്കണം എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും ഇടത് ഹാൻഡിലുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇതൊന്നും കൂടാതെ വിജയനായിരുന്നു ശരിയെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അങ്ങനെ വെള്ളപ്പൊശലുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ പോലും
കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേർ വ്യക്തിപരമായ പോസ്റ്റുകൾ ഇടുന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഈ ഒരു പ്രത്യാക്രമണം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സർക്കാർ നൽകുന്ന വിശദീകരണങ്ങൾ തികച്ചും വ്യാജമാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വരുത്തി തീർക്കാൻ CPMന് ഇത് വലിയ എളുപ്പമാകുകയും ചെയ്യുന്നത്. അതായത് CPM അടക്കമുള്ളവർ പറയുന്നത് നുണേശനാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വാ തുറക്കുന്നത് നുണ പറയാൻ വേണ്ടി മാത്രമാണെന്നുള്ള പ്രചരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് ശക്തമായി കഴിഞ്ഞിട്ടുമുണ്ട്. മുൻപ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഉയർത്തിയ കടുത്ത വിമർശനങ്ങളുടെ ധാർമ്മികത ബാധ്യതയും ഇപ്പോഴത്തെ നിലപാടിന് പിന്നിലുണ്ടാകുന്നുണ്ട്. അന്ന് പിണറായി വിജയൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രകളെ വൻ ദൂർത്തെന്നും അഴിമതിയെന്നും വിളിച്ച് വർഷങ്ങളോളം നാടകീയ പ്രചരണം നടത്തിയവർക്ക് ഇന്ന് സ്വന്തം മുഖ്യമന്ത്രി നടത്തുന്ന സമാനമായ യാത്രകളെ ന്യായീകരിക്കാൻ വലിയ മടി ഉണ്ടാകുന്നുണ്ട്. ടെലിവിഷൻ ചർച്ചകളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ വന്ന് ഇതിനെ പിന്തുണച്ച് സംസാരിക്കുന്ന സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് സുരക്ഷിതമല്ല എന്നാണ് രണ്ടാം തരം നേതാക്കളുടെ വിലയിരുത്തലും ഉണ്ടാകുന്നത്. ഭരണമാറ്റം നടന്നിട്ട് പോലും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും ആഭ്യന്തര ഭിന്നതകൾക്കും യാതൊരു കുറവും വന്നിട്ടില്ല. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഏകകണ്ഠമായ പിന്തുണ നൽകുന്നതിന് ഈ ആഭ്യന്തര തർക്കങ്ങൾ വലിയ തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി സ്വയം ഉത്തരം നൽകി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും പാർട്ടിയുടെയും അതുപോലെ സംഘടനാ സംവിധാനങ്ങളുടെയും പിന്തുണയില്ലാത്ത ഈ ഒരു ഒറ്റയാൾ പോരാട്ടം വരും ദിവസങ്ങളിൽ VD സതീശന് വലിയ വെല്ലുവിളിയായിരിക്കും ഉയർത്തുക എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. കാരണം ഇവിടെ സതീശൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങളടക്കമുള്ളവർ ഇവിടെ ശക്തമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം വെട്ടിനിരത്തിക്കൊണ്ട് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചുമതലയേൽക്കുകയും അത് വലിയ ആഘോഷമായി മാറിയിട്ടും ഇപ്പോഴത്തെ സർക്കാരിനെതിരെ വരുന്ന പല പ്രശ്നങ്ങൾക്കും പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തിനും മറുപടി പറയാൻ VD സതീശൻ മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്.